അല്ല, CPM എന്ത് പ്രചരിപ്പിച്ചാലും വസ്തുതകളൊക്കെ ജനങ്ങൾക്കറിയാം. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത്. ഈ 4 നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിയമപരമായ കാര്യങ്ങളാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നിയമത്തിന് ആരും അതീതരല്ല. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. SITയുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങട്ടെ. യഥാർത്ഥത്തിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മുൻ മന്ത്രിമാരുമുണ്ട്. അവരും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അയ്യപ്പൻ്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അയ്യപ്പൻ ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കത്തുമില്ല. ഇതാണ് അതിൻ്റെ സത്യം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ സ്വർണ്ണ കൊള്ള കണ്ടുപിടിക്കാനുള്ളതാണ്. ആരുണ്ട് എന്നുള്ള ആരില്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം. അപ്പം നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ഇപ്പം ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അത് തീരുമാനിക്കപ്പെടട്ടെ. നമുക്കതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞങ്ങൾ ആദ്യം മുതലെടുക്കുന്ന സമീപനം എന്താണ്? ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ള എത്ര വലിയ ആളാണെങ്കിലും അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ. അതുകൊണ്ട് അവരുൾപ്പെടെയുള്ള മുൻ മന്ത്രിമാരും അടക്കമുള്ള ആളുകൾ നിയമത്തിൻ്റെ മുമ്പിൽ വന്നേ മതിയാകൂ. ആര് വന്നാലും നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ, ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും അവർ നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. SIT യഥാർത്ഥ വഴിയിൽ കൂടെ തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണോ കരുതുന്നത്? അല്ല, SIT അന്വേഷണം നടക്കട്ടെ. അന്വേഷണം അതിൻ്റെതായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളൊരു തീർപ്പ് കൽപ്പിക്കേണ്ട സമയമായിട്ടില്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.